ആരാണ് അതോറിറ്റി? ഇപ്പൊ എന്താ നമുക്ക് പവറും നമുക്ക് ബഹുമാനവും കിട്ടാത്ത? അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ? ആരെ വിളിക്കുന്നു അവൻ ആവശ്യക്കാരനാ. സാറേ പോളിസി ഒരെണ്ണം വേണോന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചാൽ നിങ്ങളാ ആവശ്യക്കാര്, ഞാൻ അങ്ങോട്ട് വിളിക്കുക. ഇന്ന് ഞാനൊരു ഇത് കണ്ടായിരുന്നു, അതെന്തുമായിരുന്നു, അതെങ്ങനെയാ പോളിസി ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പം ആരാ ആവശ്യക്കാരൻ? നമ്മൾ ആവശ്യക്കാരാകുന്നിടത്തല്ല സെയിൽസ് ഇരിക്കുന്നത്, അവനെ ആവശ്യക്കാരനാക്കണം. അതിനി നിങ്ങൾ ഈ പിടിച്ചോണ്ടിരിക്കുന്ന ട്രഡീഷണലായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്തും ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുത്തും നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മക്കളുടെ അടുത്തും സെല്ല് ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഇത് നിങ്ങളെ മുടിപ്പിക്കത്തേ ഉള്ളൂ. ഡു ബിസിനസ് വിത്ത് അൺനോൺ. ഞാനേ അറിയാവുന്ന ആളുകളുമായിട്ടാണ് 2016 വരെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ വീടിൻ്റെ പണി ചെയ്തിട്ടുണ്ട്, പല വർക്കുകൾക്ക് ഞാൻ ബിസിനസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് എനിക്ക് കാശ് തരുന്നവർക്ക് ആർക്കും എന്നെ അറിയത്തില്ലെന്നേ. ആരാ കാശ് എനിക്ക് കിങ്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്, അതിൻ്റെ അകത്ത് 100 കണക്കിന് 1000 കണക്കിന് ആരൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഐ ഡു ബിസിനസ് ഓൺലി വിത്ത് ദോസ് ഐ ഡോണ്ട് നോ. നമ്മുടെ വീട്ടിലെ മക്കൾക്കറിയാം വീഡിയോ എഡിറ്റ് ചെയ്യാൻ. കണ്ടിട്ടില്ലേ? നമ്മുടെ മക്കളൊക്കെ ഫോൺ എടുത്തു വെച്ച് കളിക്കുമ്പോഴേ കൊടുക്കാതെ ഇരിക്കരുത്, കൊടുക്കണം. അവർക്ക് നല്ല നല്ല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ ഉള്ള സ്കില്ല് ഇപ്പോഴേ പഠിപ്പിക്കണം. അല്ലാതെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം കൊണ്ട് ഒരു കാര്യം. ആ 89% ആണോ നിങ്ങൾക്ക് അവരെ ആക്കിയെടുക്കണ്ടേ? എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല, എനിക്കറിയേണ്ട കാര്യമില്ലെന്നേ. ഞാൻ എന്ത് ചെയ്താൽ മതി? വീഡിയോ എടുത്താൽ മതി. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ചുറ്റിനൊന്ന് നോക്കിക്കേ. 1 2 3 4 5 6 ക്യാമറയാണ് എനിക്ക് ചുറ്റും നിന്ന് ഇതെടുത്തോണ്ടിരിക്കുന്നത്. എന്തിനാ? നാളെ തൊട്ട് എൻ്റെ PMBയിൽ ഇത് കാണാം. നാളെ തൊട്ടുള്ള റീൽസിൻ്റെ അകത്തും വീഡിയോസിൻ്റെ അകത്തും നിങ്ങൾക്ക് എന്നെ കാണാവുന്ന, നിങ്ങളെ കാണാവുന്ന, ഈ ക്ലാസ് കാണാവുന്ന. ഇതാണ് PMB.